ഹലോ എവ്രി വൺ, എല്ലാവർക്കും കേസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ വിവിധ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ ഇലക്ഷനെ കുറിച്ച്, അതായത് ആദ്യമായിട്ട് നടന്ന പൊതു തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്ന്. അപ്പോൾ ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വന്നു. ഈ ഒരു ഭരണഘടനയിലാണ് എങ്ങനെയാണ് ഇന്ത്യ ഇനി മുന്നോട്ട് പോകേണ്ടത് എന്ന് കൃത്യമായിട്ട് പരാമർശിച്ചിട്ടുള്ളത്. അതിലറിയാം, നമുക്കൊരു സെൻട്രൽ ഗവൺമെന്റ് വേണം, ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് വേണം, അത് ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ വേണം. ഇതൊക്കെ നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനനുസരിച്ച്, അതായത് നമ്മുടെ ഭരണഘടന അനുസരിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സമയം വന്നു കഴിഞ്ഞു. ആ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ 9ാമത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു ടോപ്പിക്ക് KASനും അതുപോലെ തന്നെ 10th ലെവൽ പ്രിലിമിനറി എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റ് PSC പരീക്ഷകൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇത്. കാരണം നമ്മൾ ഇതിൽ പഠിക്കുന്ന ചില പോയിന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് KS ഇൻസൈറ്റ്സ് എന്ന ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനലിൽ എടുക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ആ ഒരു വിഷയത്തെക്കുറിച്ച് നല്ലൊരു ഐഡിയ നൽകുന്നതായിരിക്കും. ഇതുകൂടാതെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ കൂടി ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, ഫസ്റ്റ് ഇലക്ഷനെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഫസ്റ്റ് ഇലക്ഷൻ നടക്കുകയാണ്. ഫസ്റ്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ്. അതായത് സെൻട്രൽ ഗവൺമെന്റിനെ തീരുമാനിക്കണം, സ്റ്റേറ്റ് ഗവൺമെന്റിനെ തീരുമാനിക്കണം, ഇതിനു വേണ്ടി നടന്ന ഇലക്ഷൻ. അപ്പോൾ അതിന് ആദ്യം വേണ്ടത്, നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്, നിയമസഭകളിലേക്കും സെൻട്രൽ ഗവൺമെന്റിലേക്കും വേണ്ട ഇലക്ഷൻ നടത്തേണ്ടത്, അതായത് ലോകസഭയിലേക്ക് ആൾക്കാരെ എടുക്കേണ്ടതും നിയമസഭയിലേക്ക് ആൾക്കാരെ എടുക്കേണ്ടതും ചുമതല, ആ ഇലക്ഷന്റെ ചുമതല നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണെന്ന്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഭരണഘടന നിഷ്കർഷിച്ച പ്രകാരം ആദ്യം തന്നെ ജനുവരി 1950 തന്നെ നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന ഉടനെ തന്നെ ഇലക്ഷൻ കമ്മീഷനെ സെറ്റപ്പ് ചെയ്തു. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ റെഡിയായി. ഇനി ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ് ഇന്ത്യയിൽ ഇലക്ഷൻ നടത്തുക, പുതിയ അംഗങ്ങളെ ലോകസഭയിലേക്കും നമ്മുടെ സംസ്ഥാന നിയമസഭകളിലേക്കും ആൾക്കാരെ തെരഞ്ഞെടുക്കുക, അതിനുശേഷം ഭരണം മുമ്പോട്ട് പോവുക എന്നുള്ളത്. അപ്പം നമുക്കറിയാം, ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ എപ്പോഴും പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ട് ആദ്യത്തെ പ്രധാനമന്ത്രി, ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ, ആദ്യത്തെ സ്പീക്കർ എന്നൊക്കെ. അപ്പം നമ്മൾ ആദ്യം പഠിക്കേണ്ട, ഈ ഒരു ക്ലാസ്സിൽ ആദ്യം നിങ്ങൾ ഓർത്തു വെക്കേണ്ട പോയിന്റ് ഇതാണ്: ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരിയിലാണ്. ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണറുടെ പേര് ഓർത്തു വെക്കണം, സുകുമാർ സെൻ എന്നാണ്. അപ്പോൾ സുകുമാർ സെൻ ആണ് ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് ഓർത്തു വെക്കണം. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ. അപ്പോൾ നമുക്കറിയാം, 1950 വന്നു. ഉടനെ തന്നെ ഭരണം ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പുതിയ ഭരണഘടന നിഷ്കർഷിച്ച പ്രകാരം രൂപം കൊള്ളുന്ന മന്ത്രിസഭയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് 1950 തന്നെ ഇലക്ഷൻ നടത്തും എന്നൊരു പ്രതീതിയാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതത്ര എളുപ്പമായിരുന്നില്ല. നമ്മൾ ഇന്ന് കാണുന്നത് പോലെ അത്രയും വലിയൊരു സെറ്റപ്പ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട പ്രശ്നങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ പ്രശ്നം, നമ്മുടെ രാജ്യം കൊടുത്തിരിക്കുന്നത്, നമ്മുടെ ഭരണഘടന നിഷ്കർഷിച്ചിരിക്കുന്ന യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് ആണ്. എന്താണ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എങ്കിലും ഞാനത് ഒന്നുകൂടി പറയുകയാണ്. അതായത് ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞ എല്ലാ ആൾക്കാർക്കും വോട്ടവകാശം എന്നുള്ളതാണ്. അതായത് മതത്തിന്റെയോ ജാതിയുടെയോ അല്ലെങ്കിൽ സമ്പത്തിന്റെയോ വിദ്യാഭ്യാസത്തിന്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല, പ്രായത്തിന്റെ അടിസ്ഥാനം. ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞ എല്ലാ ആൾക്കാർക്കും, അവരൊക്കെ ഇന്ത്യയിലെ പൗരന്മാരാണ്, അവർക്കൊക്കെ വോട്ടവകാശം എന്നുള്ളതാണ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്. അതായത് അഡൾട്ട് ആയി കഴിഞ്ഞാൽ, ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെല്ലാം വോട്ടവകാശം. അപ്പൊ ഇന്ത്യയിലെ ഈ ഫസ്റ്റ് ജനറൽ ഇലക്ഷന്റെ സമയത്ത് ഈ വോട്ടവകാശത്തിനുള്ള പ്രായം അത് 21 അപ്പോൾ 21 വയസ്സ് കഴിഞ്ഞ എല്ലാ ആൾക്കാർക്കും വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു രാജ്യമാണ്. അന്നത്തെ ജനസംഖ്യ വളരെ കൂടുതലായിരുന്നു. അപ്പൊ അതിൽ തന്നെ ഈ 21 വയസ്സ് കഴിഞ്ഞ ഏകദേശം 17 കോടി ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു 17 കോടി ആൾക്കാർ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അതിനുവേണ്ടി ഒരു സെറ്റപ്പ് വേണ്ടേ? അല്ലെങ്കിൽ ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടി, ഇത്രയും വലിയൊരു ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കട്ടെ. അപ്പോൾ ഈ ഒരു വലിയ ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ വന്നു. അപ്പോൾ അതിൽ ഏകദേശം 489 MP ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതായത് ലോകസഭയിൽ അന്ന് 489 MP വേണ്ടത്. അതിൽ തന്നെ
ഇന്ത്യയിൽ 17 കോടി വോട്ടർമാരുണ്ടെന്ന് പറഞ്ഞതിൽ അതിൽ ഏകദേശം ഒരു 15% ആൾക്കാർക്കും മാത്രമേ, അതായത് ഏകദേശം ഒരു 2 കോടി ആൾക്കാരോളം മാത്രമേ വിദ്യാഭ്യാസം ഉള്ളവരുള്ളൂ. വിദ്യാഭ്യാസം അല്ലെങ്കിൽ ലിറ്ററേറ്റ് ഉള്ളവരുള്ളൂ. ലിറ്ററസി എന്ന് പറഞ്ഞാൽ ഈ സ്വന്തം പേര് എഴുതാനും വായിക്കാനും ഒക്കെ അറിയുന്നവരെയാണ് നമ്മൾ ലിറ്ററേറ്റ് എന്ന് പറയുന്നത്. അതായത് സ്വന്തം പേര് എഴുതാനും വായിക്കാനും ഒക്കെ അറിയുന്ന ആൾക്കാർ വെറും 2 കോടി ആൾക്കാരാണ്, അല്ലെങ്കിൽ 15% ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കൂടാതെ നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ നടക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം സെൻട്രൽ ഗവൺമെന്റിലേക്കുള്ള ഇലക്ഷൻ ഒരു വർഷമാണ് നടക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഇലക്ഷൻ മറ്റു വർഷങ്ങളിലാണ് നടക്കുന്നത്. പക്ഷേ ആദ്യത്തെ ഇലക്ഷനാണ് നടക്കുന്നത്. എവിടത്തേക്കെല്ലാം ഇലക്ഷൻ നടത്തണം? സെൻട്രൽ ഗവൺമെന്റിനും ഇലക്ഷൻ നടത്തണം, സ്റ്റേറ്റ് ഗവൺമെന്റിനും ഇലക്ഷൻ നടത്തണം. അപ്പോൾ വലിയൊരു ഇലക്ഷനാണ്. ഈ ഒരു ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഏകദേശം 3 ലക്ഷത്തോളം ആൾക്കാരുടെ, അതായത് ജീവനക്കാരുടെ ആവശ്യമുണ്ട് ഈ ഇലക്ഷന്റെ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട്. നമുക്കറിയാം ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്ന സമയത്ത് ഏകദേശം എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ 3 ലക്ഷം ജീവനക്കാരെ, സർക്കാർ ജീവനക്കാരെ ആവശ്യമുണ്ടായിരുന്നു. ഇതുകൂടാതെ ഈ ആൾക്കാരെയൊക്കെ ട്രെയിൻ ചെയ്യണം. അവർക്കൊന്നും അറിയില്ല എങ്ങനെയാണ് ഇലക്ഷൻ എന്ന്. കാരണം ഇന്ന് പോകുന്നവർക്കെല്ലാം ഓൾറെഡി അറിയാം നമ്മുടെ ഇലക്ഷൻ ഇങ്ങനെയാണ് അങ്ങനെയാണ്. പക്ഷേ ഈ ഒരു 3 ലക്ഷം ആൾക്കാരെ ട്രെയിൻ ചെയ്യണം. ഇത് കൂടാതെ ഈ പോളിംഗ് ബൂത്തിലേക്ക് വരുന്ന ആൾക്കാർക്ക് എന്താണ് വോട്ട് എന്ന് പോലും അറിയത്തില്ല. അതായത് ഇതുവരെ അങ്ങനെ ഒരു അവകാശം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ പഠിച്ചു ഏകദേശം 10% ആൾക്കാർക്ക്, അതും വിദ്യാഭ്യാസമുള്ള വലിയ സമ്പത്തുള്ള ആൾക്കാർക്ക് മാത്രമായിരുന്നു വോട്ടവകാശം ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു 3 ലക്ഷം ആൾക്കാരെ വെച്ചിട്ട് അവർക്ക് കൃത്യമായ ട്രെയിനിങ് വേണം. ഇത് കൂടാതെ വോട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് ഇത് വേണം. അപ്പോൾ 1950 തന്നെ ഇലക്ഷൻ നടത്തുക എന്നുള്ളത്, അതായത് ഭരണഘടന നിലവിൽ വന്ന അതേ വർഷം തന്നെ ഇലക്ഷൻ നടത്തുക എന്നുള്ളത് അത്ര എളുപ്പമായിരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇലക്ഷൻ നടത്തിയത്, എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോയതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 2 പ്രാവശ്യം ഇലക്ഷൻ മാറ്റിവെക്കേണ്ടി വന്നു. അതായത് ആദ്യം ഒരു ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരു ഡേറ്റ് കാണും. പക്ഷേ നമ്മുടെ പ്രിപ്പറേഷൻസ് റെഡി ആയിട്ടില്ല, എല്ലാവർക്കും ട്രെയിനിങ് കൊടുത്തിട്ടില്ല, എല്ലാ സ്ഥലങ്ങളിലും ബൂത്തുകൾ സ്ഥാപിക്കാൻ പറ്റിയില്ല. അപ്പോൾ വീണ്ടും ഇലക്ഷൻ മാറ്റും. അങ്ങനെ 2 പ്രാവശ്യം ഇലക്ഷൻ മാറ്റിവെച്ചു. അങ്ങനെ അവസാനം 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെ ഏകദേശം 4 മാസം സമയമെടുത്തിട്ടാണ് ഇലക്ഷൻ നടന്നത്. പക്ഷേ ഇലക്ഷൻ ക്യാമ്പയിനിങ്ങും ഇലക്ഷന്റെ വോട്ടെടുപ്പും എല്ലാം അടക്കം ഏകദേശം 6 മാസത്തോളം സമയമെടുത്തു. അതായത് ഒരു വർഷത്തിന്റെ പകുതിയോളം സമയം ഈ ഒരു ഇലക്ഷന് വേണ്ടി ചെലവഴിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ നടന്ന ഡേറ്റ് നിങ്ങളുടെ മനസ്സിലൊന്ന് ഓർത്തു വെച്ചാൽ നല്ലതാണ്. 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെ. അപ്പോൾ ഈ ഒരു ഇലക്ഷനെ നമ്മൾ സാധാരണയായിട്ട് 51-52 ഇലക്ഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ 51-52 1951 1952 ജനറൽ ഇലക്ഷൻ എന്ന് വിളിക്കും, പൊതു തിരഞ്ഞെടുപ്പ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ 1952 ഇലക്ഷൻ എന്ന് വിളിക്കും. കാരണം ഈ ഒരു ഇലക്ഷന്റെ ഭൂരിഭാഗം നടന്നിരിക്കുന്നത്, അതായത് ഇന്ത്യയുടെ ഭൂരിഭാഗം സ്ഥലത്തും ഇലക്ഷൻ നടന്നിരിക്കുന്നത് 1952 അപ്പം നമ്മൾ ഓർത്തു വെക്കണം, ഇത് പൊതു തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്കും സംസ്ഥാന നിയമസഭകൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതും നടന്നിരിക്കുന്നത് ഇതിന്റെ കൂടെ തന്നെയാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ, അതായത് ലോകസഭയിലേക്കുള്ള എംപിമാരെ തെരഞ്ഞെടുക്കുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് ഒന്നിച്ചാണ്. അപ്പോൾ പിന്നീട് അത് മാറുകയാണ് ചെയ്തത്. കാരണം ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ നിയമസഭ അല്ലെങ്കിൽ അവിടെ കൃത്യമായിട്ട് ഭരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഭൂരിപക്ഷം ഇല്ലാത്ത സമയത്ത് അവിടുത്തെ നിയമസഭ പിരിച്ചുവിടും. അപ്പോൾ ഈ ഇലക്ഷന്റെ ടൈമിംഗ് ഒക്കെ മാറുകയാണ് ചെയ്തത്. അപ്പം ഞാൻ വലതുവശത്തൊരു കൊടുത്തിട്ടുണ്ട് 1951 ഫസ്റ്റ് ജനറൽ ഇലക്ഷന്റെ. അപ്പോൾ അതിൽ ആ ഡേറ്റ് നമ്മൾക്ക് കാണാം. അതിൽ നമുക്ക് 489 സീറ്റുകളാണ് ഉണ്ടായിരുന്നത് നോക്കാം. അതിൽ മെജോറിറ്റി കിട്ടണമെങ്കിൽ, നമുക്ക് ഭരണം കിട്ടണമെങ്കിൽ 245 സീറ്റുകളോളം വേണം. അതായത് 490 സീറ്റ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇലക്ഷനിൽ ഏകദേശം 45.7% ആൾക്കാർ വോട്ട് ചെയ്തു. അതായത് 50%-നടുത്ത് വോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കുക. ആരാണ് പ്രധാനമന്ത്രിയാവാൻ പോകുന്നത്, ആരാണ് പ്രതിപക്ഷ നേതാവാൻ പോകുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി ആവാൻ പോകുന്നത് ഇലക്ഷൻ റിസൾട്ട് നമ്മൾ അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യും. എങ്കിലും ആദ്യത്തെ പ്രധാനമന്ത്രി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ജവഹർലാൽ നെഹ്റു ആയിരുന്നു. കോൺഗ്രസ് തന്നെയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് മുന്നിട്ട് നിന്നത്. എന്നാൽ സെക്കൻഡ് വന്നത് പാർട്ടി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, അതായത് CPI എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. അപ്പോൾ CPI. അപ്പൊ ഈ ഒരു CPIയുടെ നേതാവായ AK ഗോപാലനായിരുന്നു പ്രതിപക്ഷത്ത് നേതാവായിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന പോലെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു പദവിയോ ഒന്നും തന്നെ ആ ഒരു ഇതിലുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഏകദേശം 1970-ലൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന പദവിയും അതിൻ്റെ അനുബന്ധിച്ചുള്ള സൗകര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക്
ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വേണം പറയാം ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവായിട്ട് ആക്ട് ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് AKG അല്ലെങ്കിൽ AK ഗോപാലൻ എന്ന് പറയാം. പക്ഷെ അത്തരത്തിലൊരു പോസ്റ്റ് കൃത്യമായിട്ട് ഉണ്ടായിരുന്നില്ല എന്നുകൂടി ഓർത്തു വെക്കണം. ഇനി നമുക്ക് ഇലക്ഷന്റെ റിസൾട്ടിലേക്ക് പോകാം. കാരണം അതിന്റെ ടോപ്പ് 2 ഞാൻ പറഞ്ഞു. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ ഇലക്ഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചായ്വ് കോൺഗ്രസിനോട് തന്നെയായിരിക്കും. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അത്രയും വലിയൊരു സപ്പോർട്ടാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കിട്ടിയത്. ഏകദേശം 489 സീറ്റുകളിൽ ലോക്സഭയിലേക്കുള്ള 489 സീറ്റുകളിലേക്ക് ഏകദേശം 364ഓളം സീറ്റുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തന്നെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ്, അതിൽ നിങ്ങൾ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ്, അതായത് സ്വതന്ത്രന്മാരായിട്ട് മത്സരിച്ച ഏകദേശം 37 ആൾക്കാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ സെക്കൻഡ് ഉള്ള പാർട്ടി എന്ന് പറഞ്ഞാൽ CPI ആയിരുന്നു. നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. അതായത് അത് പിന്നീട് CPI പിന്നീട് സ്പ്ലിറ്റ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് CPIയും CPIMും ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് അത് CPI എന്ന് പറഞ്ഞ ഒറ്റ പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. പിന്നീട് പല പാർട്ടികൾക്കുമായിട്ട് ചെറിയ ചെറിയ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസ് തന്നെയായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ, ഇത് നമ്മളിപ്പോൾ സംസാരിച്ചത് ലോകസഭയിലെ ഇലക്ഷനെ കുറിച്ചാണ്. ഇനി സംസ്ഥാനങ്ങളുടെ ഇലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും കോൺഗ്രസിന് വലിയ വിജയം ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം കൊച്ചി, തിരുവിതാംകൂർ, അത് കഴിഞ്ഞ് മദ്രാസ്, ഒറീസ, ഇങ്ങനെ 3 സ്ഥലങ്ങളിലൊഴികെ ബാക്കി എല്ലാ സ്ഥലത്തും കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷത്തിൽ ഭരണം കിട്ടി. അപ്പൊ ഈ ഒരു പ്രദേശങ്ങളിലും കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും കോൺഗ്രസ് തന്നെയാണ് പിന്നീട് ഭരണം നടത്തിയത് എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് കോൺഗ്രസിന്റെ നേതാവായ ജവഹർലാൽ നെഹ്റു വന്നു. അപ്പോൾ CPI രണ്ടാമത്തെ ഏറ്റവും വലിയ പാർട്ടിയായിരുന്നു. 16 സീറ്റുകളാണ് കിട്ടിയത്. കോൺഗ്രസിന് 364, സെക്കൻഡുള്ള പാർട്ടിക്ക് കിട്ടിയത് 16. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ലോകസഭയിൽ കോൺഗ്രസിന്റെ പ്രാതിനിധ്യം. അപ്പോൾ 16 സീറ്റുകൾ മാത്രമാണ് CPIക്ക് കിട്ടിയത്. അതാണ് ലാർജസ്റ്റ് ഓപ്പോസിഷൻ പാർട്ടി. അപ്പോൾ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ AK ഗോപാലൻ എന്ന് പറയാം. പക്ഷെ ഓർക്കണം, അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് അന്ന് ഇല്ലായിരുന്നു. പിന്നെ ലോകസഭ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നോക്കുന്നത് ലോകസഭ സ്പീക്കർ ആരാണെന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ ജനറൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള സ്പീക്കർ GV മാവലങ്കർ ആണ്. അപ്പോൾ ലോകസഭാ സ്പീക്കർ GV മാവലങ്കർ ആണെന്ന് കൂടി ഓർത്തു വെക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ജനറൽ ഇലക്ഷനെ കുറിച്ച് ഓർത്തു വെക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അധികം പോയിന്റുകളൊന്നുമില്ല. ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുകുമാർ സെൻ ആണെന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ആദ്യത്തെ ഇലക്ഷൻ നടന്നിരിക്കുന്നത് 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയാണെന്ന്. ആ തുടങ്ങിയ ഡേറ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ കുറച്ച് നല്ലതായിരിക്കും. 1951 ഒക്ടോബർ 25. ചിലപ്പം വർഷം മാത്രമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ചിലപ്പോൾ ആദ്യത്തെ ജനറൽ ഇലക്ഷൻ അല്ലെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മളത് ഓർത്തു വെക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതിന് ശേഷം നമ്മൾ ഓർത്തു വെക്കേണ്ടത് വിജയിച്ച പാർട്ടി കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് സംസ്ഥാനങ്ങളിലും ജയിച്ചു, അതുപോലെ തന്നെ ലോകസഭയിലും ജയിച്ചു. സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടി, അതായത് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയ രണ്ടാമത്തെ ഏറ്റവും വലിയ പാർട്ടി എന്ന് പറഞ്ഞാൽ CPI ആയിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. അപ്പോൾ അതിന്റെ നേതാവ് എന്ന് പറഞ്ഞാൽ AK ഗോപാലനായിരുന്നു. അദ്ദേഹം, അതായത് AKG, അപ്പോൾ AK ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെയാണ് പ്രതിപക്ഷ നേതാവായിട്ട് കരുതി പോകുന്നത്, അതായത് സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടിയുടെ നേതാവ് എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ ഒരു ഓപ്പോസിഷൻ ലീഡർ എന്ന് പറയുന്ന പോസ്റ്റ് അന്ന് ഉണ്ടായിരുന്നില്ല. കാരണം ഇന്ന് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് ഓപ്പോസിഷൻ ലീഡർ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് വാഹനവും മറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പദവികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യത്തെ സ്പീക്കർ GV മാവലങ്കർ ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ആദ്യത്തെ ഇലക്ഷനെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. നമുക്കറിയാം നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ നാം എന്ന് വിളിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾക്ക് കൂടുതൽ മോട്ടിവേഷൻ കിട്ടുകയും അതുവഴി നമ്മൾ കൂടുതലായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.